നാം ഇന്ന് യാത്രയിലാണ്. ഇതൊരു തീവണ്ടി യാത്രയാണ്, ട്രെയിൻ യാത്രയാണ്. നേരത്തെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇനി ട്രെയിൻ യാത്ര പലപ്പോഴും പറയാറുണ്ടെങ്കിലും വെറൈറ്റി ആയിട്ട് കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് പഠിക്കാം. നാം ഇന്ന് ഡൽഹി പോവുകയാണ്, താജ്മഹൽ കാണാൻ നമ്മൾ പോവുകയാണ്, ആഗ്ര പോവുകയാണ്. അങ്ങനെയുള്ള പോകുന്ന പോക്കിൽ നിങ്ങൾക്ക് ഹിന്ദിക്കാരോട് ത്രില്ലായിട്ട് സംസാരിക്കണം. മാത്രമല്ല, ത്രില്ലൊന്നുമല്ല, നമ്മുടെ TTR വരും, ഹിന്ദിയിൽ തന്നെ സംസാരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കും, ആപ് കഹാൻ ജാ രേ, ആപ് കഹാൻ ജാത്താ ഹേ എന്നൊന്നും ചോദിക്കരുത്. ആപ് കഹാൻ ജാ രഹാ ഹേ, ജാ രഹേ ഹേ എന്ന് ചോദിക്കണം. ജാ രഹാ ഹേ പറയരുത്, അത് ബഹുമാനക്കുറവാണ്. ആപ് കഹാൻ ജാ രഹേ ഹേ അല്ല ജാ രേ. നിങ്ങളോടാണെങ്കിൽ ചോദിക്കുന്നത് ഹം, ഭാര്യയും കൂടെ ഉണ്ട്, അല്ലെ കുട്ടികൾ കൂടെ ഉണ്ട്, അല്ലെ ദോസ്തോ ഹേ സാത്ത്. ദോസ്തോ ഹേ സാത്ത് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ കൂടെയുണ്ട്. ഹം ദില്ലി ജാ രഹേ ഹേ. അച്ഛാ, आप दिल्ली जा रहे हैं क्या? आप लोग दिल्ली जा रहे हैं क्या? നിങ്ങളൊക്കെ ഡൽഹിയാ പോകുന്നത്? ജി. കഹാൻ സേ? നിങ്ങൾ വഴിയിൽ വെച്ചാണ് സംസാരിക്കുന്നത്. ഹം കലിക്കറ്റ് സേ ദില്ലി ജാ രഹേ ഹേ. അച്ഛാ, ടീക്ക് ഹേ. ആദ്യമായിട്ട് നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കാം, എത്ര മണിക്കൂറാകും അവിടെ എത്താൻ? കിത്തന ഘണ്ടാ ലഗേഗ, കിത്തന ഘണ്ടാ ലഗേഗ, എത്ര മണിക്കൂറാകും? അല്ലെങ്കിൽ പറ കിത്തന ദിൻ, അങ്ങനെയാണല്ലോ. 2.5 दिन हो जाएगा. 2.5 दिन എന്ന് പറഞ്ഞാൽ 2.5 ദിവസം. അതൊന്നും എക്സ്പ്രസ്സിൽ ഉണ്ടാവില്ല കേട്ടോ. 2.5 दिन नहीं तो 1.5 दिन पे भी पहुंच सकते हैं. 1.5 दिन എന്ന് പറഞ്ഞാൽ 1.5 ദിവസം കൊണ്ടും എത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഹിന്ദിക്കാരോടാണല്ലോ സംസാരിക്കുന്നത്. ആപ് കഹാൻ സേ, നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പോൾ അയാൾ പറഞ്ഞു പഞ്ചാബ് സേ. अच्छा, पंजाब से आप यहाँ क्या काम कर रहे? केरला में आप क्या काम कर रहे हैं? अयाल പറഞ്ഞു, मैं कोच्चि में एक कंपनी में काम कर रहा हूँ. मैं कोच्चि में एक कंपनी में काम कर रहा हूँ. ഇത് നിങ്ങൾക്ക് സംസാരിക്കുവാനുള്ള വാക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോവാണ്. അങ്ങനെ കുറേ അങ്ങോട്ട് എത്തിക്കഴിയുമ്പം അയാൾ പറയാണ്, വെള്ളമല്ല, മുझे ഫ്രഷ് ഹോന ചെയ്യേ. ഫ്രഷ് ആകുക എന്ന് പറയാം നമ്മൾ. അതായത് മുझे हाथ धोना और मेरे चेहरा भी मुख भी धोना. മുഖ് ധോന എന്ന് പറഞ്ഞാൽ മുഖം കഴുകണം. मुझे ज़रा मुख धोना और ये भी हाथ भी धोना है. थोड़ा फ्रेश करना चाहता हूँ मैं. ഫ്രഷ് കർണ, ഒന്ന് ഫ്രഷ് ആവണം, അതിന് മുഖവും കൈയൊന്ന് കഴുകണം. ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണ്. अच्छा, पानी नहीं है, अगले स्टेशन पे आपको पानी मिलेगी. अगले स्टेशन में आपको पानी मिलेगी. അടുത്ത സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾക്ക് എന്താക്കും? വെള്ളം കിട്ടും. അവിടെ സ്റ്റേഷൻ എന്നത് ഹിന്ദി വേർഡ് തന്നെയാണ്, അല്ല ഇംഗ്ലീഷ് വേർഡാണ്. അവർ ഹിന്ദിക്കാർ ആ വേർഡ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളതെന്ന് അർത്ഥം. ഓക്കെ, അപ്പം നമ്മളൊരു കാഷ്വലായിട്ട് ഒരാൾ സംസാരിക്കുന്നതും അവിടെയുള്ള 4-5 ഹിന്ദി വാക്കുകളും നമ്മൾ പഠിച്ചു. അതായത് നമ്മൾ പോകുന്ന വഴിയിൽ കഹാൻ ജാന, ആപ് എങ്ങോട്ടാ പോകുന്നത്? മുझे വഹാൻ ജാന, അതായത് ദില്ലി ജാ രഹാ ഹൂം, അങ്ങനെ പഠിച്ചു. അതേപോലെ മുഖ് ധോന എന്ന് പറഞ്ഞാൽ കഴുകുക. ഹാത്ത് ഓർ മുഖ് ധോന ഹേ, ഫ്രഷ് കർണ ചാഹിയേ. അകലെ സ്റ്റേഷൻ, അടുത്ത സ്റ്റേഷനിൽ. ഇങ്ങനെ കുറച്ച് വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഹിന്ദി പഠിക്കൽ. ജസ്റ്റ് സംസാരിച്ച് നിങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ പഠിക്കാം. എഴുതണ്ട, വായിക്കണ്ട, സംസാരിച്ചുകൊണ്ടിരിക്കുക. ബഹുത് ശുക്രിയ. ഖുദാ ഹാഫിസ്.